ലോകത്തെ ഏറ്റവും നിർമ്മലമായ കാഴ്ച എന്താവും? നമ്മളെ നോക്കി ചിരിക്കുന്ന നിഷ്കളങ്കത നിറഞ്ഞ കുട്ടികളുടെ മുഖമാണ് എനിക്കെപ്പോഴും മനസ്സിലുണ്ടാവുക. ആകാംക്ഷയും കുസൃതിയും സ്നേഹവും ഒക്കെ നിറഞ്ഞ കുഞ്ഞുങ്ങളുടെ കണ്ണുകളും മുഖവും. അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളെല്ലാവരും കുട്ടികൾ തന്നെയാണ്. അവരുടെ വേർപാടിന് ശേഷം നമ്മുടെ ഉള്ളിലുള്ള കുട്ടിയെ നമ്മൾ തന്നെ ഉണർത്താനും നോക്കാനും ശ്രദ്ധിക്കണം. കുട്ടിക്കാല വായനകളിൽ നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, എക്കാലവും തങ്ങി നിൽക്കുന്ന അനവധി പുസ്തകങ്ങൾ ഉണ്ടാവും. അതിൽ ചിലതാണ് പാത്തുമ്മയുടെ ആട്, ടോം സോയറിൻ്റെ കഥകൾ, ഗള്ളിവറുടെ യാത്രകൾ, പലതും. ഓരോരുത്തർക്കും കുട്ടിക്കാല ഓർമ്മകളുടെ പുസ്തകങ്ങൾ ഓരോന്നാവും, അല്ലേ? ഇളംവെയിലിൻ്റെ നൃത്തം എന്നൊരു പുസ്തകം ബാല്യത്തിൽ വായിച്ചത് എത്ര തവണ വായിച്ചിട്ടുണ്ട് അന്ന് എന്നതിനൊരു കണക്ക് പോലുമില്ല. ആ പുസ്തകം എവിടെയോ എങ്ങനെയോ നഷ്ടമായതിനെക്കുറിച്ച് ഈ പ്രായത്തിലും ഞാൻ ആലോചിക്കുകയും ഖേദിക്കുകയും ചെയ്യാറുണ്ട്. ഇന്ന് ജൂൺ 19 വായനയുടെ ഒരു ദിനം. വായനയ്ക്കായി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികൾക്കായി ഒരു പുസ്തകം വായിക്കണം എന്ന് തോന്നി. ടോട്ടോച്ചാൻ. ടോമോ എന്ന സാങ്കല്പിക പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സാങ്കല്പിക സ്കൂളിലേക്ക് പുറപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ടോട്ടോച്ചാൻ. കുട്ടികൾക്കും കുട്ടിത്തം ഉള്ളിൽ സൂക്ഷിക്കുന്ന മുതിർന്നവർക്കുമായി നമ്മളുടെ കടുപ്പത്തിലൊരു കഥയിൽ വായിച്ചു തുടങ്ങുന്നു. ഓയിമാച്ചി ട്രെയിൻ ജിയോഗോക്കോ സ്റ്റേഷനിൽ വന്നു നിന്നു. ടോട്ടോച്ചാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി ഗേറ്റിലൂടെ പുറത്തേക്ക് കടന്നു. ആദ്യമായാണ് അവൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഒരമൂല്യ വസ്തു പോലെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ടിക്കറ്റ് ഉപേക്ഷിക്കാനുള്ള വൈമനസ്യത്തോടെ അവൾ ടിക്കറ്റ് കളക്ടറോട് ചോദിച്ചു, "ഏയ്, ഇത് ഞാൻ എടുത്തോട്ടെ?" "പറ്റില്ല," ടിക്കറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് മറുപടി പറഞ്ഞു. "ഹോ, ഇത് അത്രേ നിങ്ങളുടേതാണോ?" ടിക്കറ്റ് നിറഞ്ഞ പെട്ടിയിലേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. "അല്ലല്ല, ഇതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ വകയാ." പുറത്തേക്ക് പോകുന്നവരിൽ നിന്ന് അയാൾ ടിക്കറ്റ് ശേഖരിച്ചുകൊണ്ടേയിരുന്നു. കൊതിയോടെ പെട്ടിയിൽ നിന്ന് കണ്ണെടുക്കാതെ ടോട്ടോച്ചാൻ പറഞ്ഞു, "ഹായ്, വലുതാവുമ്പോൾ ഞാനും റെയിൽവേ ടിക്കറ്റ് വിൽക്കും, നോക്കിക്കോ." അപ്പോഴാണ് അയാൾ അവളെ ശരിക്കും കണ്ടത്. "എനിക്കൊരു കൊച്ചു മോനുണ്ട് കേട്ടോ. അയാൾക്കും സ്റ്റേഷനിൽ ഒരു ജോലി വേണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പണിയെടുക്കാം, എന്താ?" ചെറിയൊരു മന്ദഹാസത്തോടെ അയാൾ പറഞ്ഞു. ടോട്ടോച്ചാൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു. ടിക്കറ്റ് കളക്ടറെ സൂക്ഷിച്ചൊന്ന് നോക്കി. അയാൾ തടിച്ചിട്ടാണ്, കണ്ണട ധരിച്ചിട്ടുണ്ട്, കാരുണ്യമുള്ള മുഖം. അക്കാര്യം പരിഗണിക്കാവുന്നതാണ് എന്ന നാട്യത്തിൽ ഗൗരവപൂർവം ഇടുപ്പിൽ കൈകൊടുത്ത് കൊച്ചു ടോട്ടോ നിന്നു. എന്നിട്ട് പറഞ്ഞു, "നിങ്ങളുടെ മോനൊപ്പം ജോലി ചെയ്യാനേ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോണ തിരക്കില. ഞാനൊന്ന് ആലോചിക്കട്ടെ." അമ്മ കാത്തു നിൽക്കുകയാണ്. അടുത്തെത്താനായി ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു, "ഞാനേ ഒരു ടിക്കറ്റ് വിൽപ്പനക്കാരിയാവാൻ പോവാ." "അത്രേ ഉള്ളോ? ഞാൻ കരുതി നീ ചാരപ്പണിക്ക് പോവാണെന്ന്." അമ്മയുടെ കയ്യിൽ തൂങ്ങി ടോട്ടോച്ചാൻ നടന്നു. അവൾ ഓർത്തു, ഇന്നലെ വരെ ചാരപ്പണി മതി എന്ന് കരുതിയിരുന്നതാ. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഒരു ടിക്കറ്റ് കളക്ടർ ആയാലോ എന്ന്. ഹായ്, ഒരു പെട്ടി നിറയെ ടിക്കറ്റ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾ ചിന്തിച്ചു. അവൾക്കൊരു ഉഗ്രൻ ഐഡിയ തോന്നി. തല ഉയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ആവുന്നത്ര ഉച്ചത്തിൽ ചോദിച്ചു, "അമ്മേ, അപ്പോൾ ടിക്കറ്റ് വിറ്റോണ്ട് ചാരപ്പണി നടത്താൻ പറ്റുമോ?" അമ്മ മറുപടി പറഞ്ഞില്ല. ചെറിയ പൂക്കളുള്ള രോമത്തൊപ്പിക്ക് കീഴെ അവരുടെ മനോഹരമായ മുഖം കടുത്തിരുന്നു. പുതിയ സ്കൂളിൽ മകളെ എടുക്കാതിരുന്നാലോ? അവർ വിഷാദത്തിലാണ്. തനിയെ പിറുപിറുത്തുകൊണ്ട് റോഡിലൂടെ തുള്ളിച്ചാടി നടക്കുകയാണ് കൊച്ചുടോട്ടോ. അവർ ഒട്ട ആർദ്രതയോടെ അവളെ നോക്കി. അമ്മ വിഷമിച്ചിരിക്കുകയാണ് എന്ന് അവൾക്കറിയില്ല. കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ ടോട്ടോച്ചാൻ ആഹ്ലാദത്തോടെ പറഞ്ഞു, "എന്റെ മനസ്സ് മാറിയിട്ടോ. ഞാനേ
പാട്ടുപാടി ചുറ്റി നടക്കണം ആ ചെണ്ടക്കാരുടെ കൂടെ കൂടിയാലോ എന്ന് ആലോചിക്കുക. പോകുന്നത് എങ്ങോട്ടാന്ന് നിനക്കറിയാമല്ലോ. ചിലപ്പോൾ നിർത്തി മര്യാദയ്ക്ക് നടക്കുക. ഇപ്പൊ തന്നെ താമസിച്ചു. ഹെഡ്മാസ്റ്റർ നമുക്ക് വേണ്ടി കാക്കില്ല. അവരുടെ ശബ്ദത്തിൽ നിരാശയുടെ സ്പർശം കലർന്നിരുന്നു. മുന്നിൽ ദൂരെയായി ചെറിയൊരു സ്കൂളിന്റെ വാതിൽ കുറേശ്ശെ കാണായി. ടോട്ടോയുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം, അല്ലെങ്കിൽ സ്കൂൾ പ്രവേശനം കിട്ടുമോ ഇല്ലയോ എന്നത് നമുക്ക് അടുത്ത സെഷനിൽ കേൾക്കാം. തെത്സുകോ കുറിയാനോഗി എഴുതിയ ടോട്ടോ ചാൻ എന്ന പുസ്തകം എല്ലാവർക്കും രസിക്കും എന്ന പ്രതീക്ഷയോടെ.